മാനന്തവാടി ചാലിഗതയിൽ ആളെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് അതിർത്തിയിൽ വിട്ട കാട്ടാനയുടെ ലൊക്കേഷൻ പരിശോധിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം ആന കൊലപ്പെടുത്തിയ അജിയുടെ സംസ്കാരം പടമലപ്പള്ളിയിൽ ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് നടക്കുക. എ.കെ. ലതീഷ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലതീഷ്, ഈ കുങ്കിയാനകളെ അടക്കം അവിടെ ക്യാമ്പിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? കുങ്കിയാനകൾ 4 എണ്ണമാണ് എത്തിയത്. കോന്നി സുരേന്ദ്രനുണ്ട്, ഭരതുണ്ട്, സൂര്യയുണ്ട്, വിക്രമുണ്ട്. 4 കുങ്കിയാനകളും ബാവലി ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ കുങ്കിയാനകളെ ആനയെ മയക്കുവെടി വെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമായിരിക്കും ബാവലി ക്യാമ്പിൽ നിന്നും ഈ ആന മയക്കുവെടി വെച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതിനുള്ള സൗകര്യത്തിനാണ് ഇപ്പോൾ നിലവിൽ ബാവലി ക്യാമ്പിൽ കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ മയക്കുവെടി വെക്കേണ്ട ഒരു സാഹചര്യത്തിലല്ല ആനയുള്ളത്. ആനയുടെ സഞ്ചാരപാത കർണാടക വനമേഖലയിലേക്ക് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ മയക്കുവെടി വെക്കുക അസാധ്യമായിരിക്കും. മയക്കുവെടി വെക്കണമെങ്കിൽ വനത്തിനുള്ളിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ വനത്തിനുള്ളിൽ ആനയെ മയക്കുവെടി വെക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആന നിൽക്കേണ്ടതുണ്ട്. നിലവിൽ ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇന്നലെ ആന ഒരാളെ കൊലപ്പെടുത്തിയ സ്ഥലത്തു നിന്നും 7 കിലോമീറ്റർ മാറിയാണ് രാവിലെ ആന മണ്ണുണ്ടി കോളനി പ്രദേശത്തേക്ക് എത്തിയത്. പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ കോളനി എന്ന് പറയുന്നത്. 42 ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ആ രീതിയിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്കും വലിയ ഭീതി ഉണ്ട്. എങ്കിലും ആനയെ തുരത്താൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടി ആനയെ ഇവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ആനയെ കൊല്ലണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ജനങ്ങൾ ഭീതി കാരണം ആവശ്യപ്പെടുന്നത്. എന്നാൽ മയക്കുവെടി വെക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ല ആനയുടെ സഞ്ചാരം എന്നുള്ളത് കൊണ്ട് മയക്കുവെടി വെക്കാൻ നിലവിൽ കഴിയാത്തൊരു സാഹചര്യമാണ്. കൂടുതൽ വനത്തിനുള്ളിലേക്ക് തന്നെ ആന കയറി പോകുന്നു. അത് കൂടുതൽ കർണാടക വനമേഖലയോട് അടുക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ആനയെ നിരീക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ വനംവകുപ്പ് സംഘം വനത്തിനുള്ളിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ആന മുന്നോട്ട് നീങ്ങുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായതിനാൽ തന്നെ സിഗ്നലുകൾ കൃത്യമായി കർണാടക വനംവകുപ്പിന് ലഭിക്കുന്നുണ്ട്. കർണാടക വനംവകുപ്പിന് ലഭിക്കുന്ന സിഗ്നലുകൾ ആ രീതിയിൽ കേരളത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ കൊല്ലപ്പെട്ട അജിയുടെ സംസ്കാര ചടങ്ങുകൾ ഉച്ച കഴിഞ്ഞ് ആണ് പള്ളിയിൽ നടക്കുക. ഈ കുങ്കിയാനകൾ ഇപ്പോൾ തുടരുന്നത് ബാവലി ക്യാമ്പിൽ തന്നെയാണോ? ഈ മണ്ണുണ്ടി ഭാഗത്തേക്ക് ഇപ്പോൾ ഇവയെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ മണ്ണുണ്ടി ഭാഗത്തേക്ക് കുങ്കിയാനകളെ കൊണ്ടുവരേണ്ട സാഹചര്യം നിലവിലില്ല. കാരണം കുങ്കിയാനകൾ എത്തേണ്ടത് ആന മയക്കുവെടിയേറ്റ് അതിന്റെ മയക്കം, അതായത് വാഹനത്തിലേക്ക്, എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി മാത്രമാണ് കുങ്കിയാനകളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ. കാട്ടിലേക്ക് വിടാൻ വേണ്ടിയാണ് കുങ്കിയാനകളെ സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ഇത് ആന നിലവിൽ രാവിലെ മുതൽ തന്നെ കാട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്ക് കുങ്കിയാനകളെ കൊണ്ടുപോയി കൂടുതൽ കാട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകേണ്ട സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് കുങ്കിയാനകളെ എത്തിക്കുക സ്വാഭാവികമായും ഈ ആനയെ മയക്കുവെടി വെച്ച് മയങ്ങി തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ, പൂർണ്ണ മയക്കത്തിലെത്തുന്ന ഒരു ഘട്ടത്തിൽ വാഹനത്തിലേക്ക്, എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടി മാത്രമാണ് കുങ്കിയാനയുടെ സേവനം ഇനി ലഭ്യമാകേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബാവലി ക്യാമ്പിൽ കുങ്കിയാനകൾ 4 കുങ്കിയാനകളും അവിടെ തുടരാൻ തന്നെ ഒരു തീരുമാനം ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വനംവകുപ്പിലെ 4 വെറ്ററിനറി ഡോക്ടർമാരുണ്ട്. മേൽനോട്ടം ഉത്തരമേഖല CCF KS ദീപക്കാണ്. ഡോക്ടർ അജേഷ് മോഹൻദാസ് ആണ് ഈ ഇൻസിഡന്റ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മയക്കുവെടി വെക്കുക. വന്യജീവി വിഭാഗത്തിന് മാത്രമുള്ള CCF, DFO നോർത്ത് വയനാട്, DFO സൗത്ത് വയനാട് വന്യജീവി സംഘത്തിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ, കോഴിക്കോട് ഫ്ലൈയിങ് സ്ക്വാഡ് DFO തുടങ്ങി ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. DFO റാങ്കിലുള്ള 4 ഉദ്യോഗസ്ഥർ, 2 CCF എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ദൗത്യം ഈ മണ്ണുണ്ടി പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുന്നത്. മണ്ണുണ്ടി എന്ന് പറയുന്നത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. ആ ഗ്രാമപഞ്ചായത്തിലെ ഒരു കോളനിയുടെ പേരാണ് മണ്ണുണ്ടി കോളനി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രദേശത്ത് നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്ന ഈ പ്രദേശത്ത്
ആന വന്നു പോകാറുണ്ട്. സ്ഥിരമായി ആനയെ കാണാറുള്ള നാട്ടുകാരാണ് ഈ പ്രദേശവാസികൾ എന്ന് പറയുന്നത്. ഇന്നും ഈ പ്രദേശത്തോട് ചേർന്ന് 2 ആനകളെ കാണുന്ന സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. ആ നിലയിൽ ആനകളുടെ ശല്യം, ആനകളുടെ സാന്നിധ്യം സ്ഥിരമായി അനുഭവപ്പെടുന്ന സ്ഥലം തന്നെയാണ് ഈ മണ്ണുണ്ടി പ്രദേശം എന്ന് പറയുന്നത്. 42 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തിനടുത്താണ് ഇപ്പോൾ കാടിനോട് ചേർന്ന് ഈ ആന ഉള്ളത്. ട്രാക്കിംഗ് ടീമിന്റെ നിഗമനം അനുസരിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ടോ ലതീഷ്? ഈ പ്രദേശത്ത് നിന്ന് രാവിലെ മുതൽ തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം ആളുകൾ പുറത്തിറങ്ങുന്നതിനുൾപ്പെടെ നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ പൂർണ്ണമായും വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. കാരണം ആന ജനവാസ മേഖലയിൽ ഇന്നലെ ഈ അപകടം വരുത്തിയ ശേഷം അല്ലെങ്കിൽ ആളെ കൊന്ന ശേഷം ജനവാസ മേഖലയോട് ചേർന്ന വനപ്രദേശത്ത് അല്ലെങ്കിൽ ആ രീതിയിലാണ് ആനയുടെ സഞ്ചാരം ഇന്നലെ മുതൽ ഉണ്ടായിരുന്നത്. ഇന്നലെയും ആനയെ ദൃശ്യങ്ങൾ എടുക്കാനോ മറ്റോ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ആ നിലയിൽ ആന വനത്തോട് ചേർന്ന അല്ലെങ്കിൽ വനത്തിനുള്ളിൽ തന്നെ, എന്നാൽ ജനവാസ മേഖലയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ വനത്തിനുള്ളിൽ തന്നെയാണ് ആനയുള്ളത്. അതുകൊണ്ടാണ് കർണാടക വനാതിർത്തിയിലേക്ക് ആന നീങ്ങുന്നു എന്നുള്ള വിവരം, ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രാക്കിംഗ് ടീം വനത്തിനുള്ളിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ആന നിലവിലുള്ളത്. എന്നാൽ അവരെ ഏറ്റവും അടുത്ത് നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു ആനയല്ല ബേലൂർ ബഗ്ന എന്ന് പറയുന്നത്. ബേലൂർ ബഗ്ന ഭീതി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചാൽ ആ പടക്കം പൊട്ടിക്കുന്ന ഭാഗത്തേക്ക് ആനയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു വരികയും ശക്തമായ പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്ന പ്രകൃതമുള്ള ആനയാണ് എന്ന് ഇന്നലത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. സജിയെ പിന്തുടർന്നാണ് ആന ആക്രമിച്ചത്. സജി ചുവന്ന ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ വകവരുത്താൻ തക്ക രീതിയിൽ ശക്തമായി തന്നെ മുന്നോട്ട് വരുന്ന രീതിയിലാണ് ആനയുടെ ഒരു പ്രകൃതം. അതുകൊണ്ടാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ള തീരുമാനം വനംവകുപ്പ് വളരെ വേഗത്തിൽ തന്നെ എടുത്തത്. എന്നാൽ ആനയെ മയക്കുവെടി വെക്കാൻ അതിൻ്റെതായ നടപടിക്രമങ്ങൾ വനംവകുപ്പിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആന കൃത്യമായ ഒരു സ്ഥലത്ത് കൂടുതൽ സമയം നിൽക്കണം. ഒപ്പം മയക്കുവെടി ഏറ്റാൽ കൂടുതൽ സമയം അതിന് ഓടാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഒരുങ്ങേണ്ടതുണ്ട്. ഒപ്പം വാഹനത്തിലേക്ക് കയറ്റുന്നതടക്കമുള്ള സൗകര്യങ്ങൾ കൂടി നോക്കിയാണ് ഈ ട്രാക്കിംഗ് ടീം ഈ തരത്തിൽ ആനയെ മയക്കുവെടി വെക്കാനുള്ള അന്തിമ തീരുമാനമെടുക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്നലെയും ഇന്നും ഈ ആനയെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആന ചെന്ന് നിൽക്കുന്ന സ്ഥലം ആ നിലയിലുള്ള ഒരു പ്രദേശമായിരുന്നില്ല എന്നത് തന്നെയാണ് മയക്കുവെടി വൈകാനുള്ള കാരണം. മയക്കുവെടി വെച്ച് ആനയെ സ്ഥലത്ത് നിന്നും തുരത്തണം, കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.